ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തിനായി പാക് ഭീകരൻ തയ്യാറെടുക്കുന്നുവെന്ന് BSF. ഇതിനായി 72 ലോഞ്ച് പാഡുകൾ സജീവമാക്കിയെന്നാണ് വിവരം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തകർത്ത ലോഞ്ച് പാഡുകൾ പാക് ഭീകരർ പുനർനിർമ്മിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. സിയാൽകോട്ട് സഫർവാൾ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം 12 ഭീകര ലോഞ്ച് പാഡുകൾ സജീവമായെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഭീകരർക്ക് തിരിച്ചടി നൽകാൻ സജ്ജമെന്ന് BSF അറിയിച്ചു. ഗ്രൗണ്ട് സർവൈലൻസ് റഡാറുകൾ, ഇലക്ട്രോ ഒപ്റ്റിക്കൽ തെർമലുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് നിരീക്ഷണം ശക്തമാക്കിയെന്നും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അറിയിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ അടിയന്തര ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യം പാർലമെന്റിൽ സർക്കാർ തള്ളി. ഇതോടെ പാർലമെന്റിന്റെ ഇരുസഭകളും ബഹളത്തിൽ മുങ്ങി. 48 BLOമാർ മരിച്ചു വീണെന്നും ഇന്ന് തന്നെ ചർച്ച വേണമെന്നും രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. പഴയ ചെയർമാനെ പോലെ ഭരണപക്ഷത്തെ മാത്രം പരിഗണിച്ചാൽ പോരെന്ന് CP രാധാകൃഷ്ണന് മുന്നറിയിപ്പും നൽകി. തുടർന്ന് സഭാ നേതാവ് JP നദ്ദയോട് മറുപടി നൽകാൻ CP രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചു. രാവിലെ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചാണ് സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയത്. ലോക്സഭയിൽ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തോട് പെരുമാറ്റം ശരിയല്ലെന്ന് സ്പീക്കർ കയർത്തു പറഞ്ഞു. കനത്ത മഴയെ തുടർന്ന് ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്ന വിമാന സർവീസുകൾ റദ്ദാക്കി. 12 വിമാന സർവീസുകൾ ആണ് റദ്ദാക്കിയത്. കൊച്ചി ചെന്നൈ വിമാന സർവീസും റദ്ദാക്കിയ വിമാനങ്ങളിൽ ഉൾപ്പെടുന്നു. ചൊവ്വാഴ്ച തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചെന്നൈ നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. കേരളത്തിലെ ഭൂഗർഭജലത്തിൻ്റെ ഉടമസ്ഥാവകാശം നിയമപരമായി സർക്കാരിൽ നിക്ഷിപ്തമാക്കാൻ ശുപാർശ ചെയ്യുന്ന കരട് സംസ്ഥാന ജലനയം 2025 ഗാർഹിക ഉപഭോക്താക്കൾക്കും വ്യവസായങ്ങൾക്കും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നു. ഇത് സാധാരണ ജനങ്ങൾക്ക് സാമ്പത്തികമായി വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. കിണർ കുഴിക്കാൻ അനുമതി. കിണർ കുഴിക്കുന്നവർക്ക് ഭൂഗർഭജലത്തിന്മേൽ നിലവിലുള്ള നിയന്ത്രണം ഇനി ഉണ്ടാവില്ല. കിണർ നിർമ്മാണത്തിന് ഇനി സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. വീടുകളിൽ 2 ടാങ്കുകൾ നിർബന്ധം. ഗാർഹിക ഉപയോക്താക്കൾ വെള്ളം പാഴാക്കുന്നത് തടയാൻ വീടുകളിൽ 2 ജലസംഭരണി ടാങ്കുകൾ നിർബന്ധമാക്കും. ശുദ്ധജലം, ഉപയോഗിച്ച ജലം, മഴവെള്ളം എന്നിവയുടെ വില നിശ്ചയിക്കും. ഇത് കുടിവെള്ളത്തിൻ്റെ നിരക്ക് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. പേരാമംഗലത്ത് ഹോണടിച്ചതിനെ ചൊല്ലി തർക്കം. 3 പേർക്ക് കുത്തേറ്റു. അച്ഛനും മകനും സുഹൃത്തിനുമാണ് കുത്തേറ്റത്. ആക്രമണം നടത്തിയ കേച്ചേരി സ്വദേശി കൃഷ്ണകിഷോർ ഒളിവിലാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ്. പവന് 200 രൂപയാണ് കുറഞ്ഞത്. 95,480 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. ഗ്രാമിന് 25 രൂപയാണ് കുറഞ്ഞത്. 11,935 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിൻ്റെ വില. ഒക്ടോബർ 17 രേഖപ്പെടുത്തിയ 97,360 രൂപയാണ് സർവകാല റെക്കോർഡ്. ഇതിലേക്ക് അടുക്കുന്നതിനിടെയാണ് ഇന്ന് വില താഴ്ന്നത്. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു.